ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ബോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മുൻപ് 2 വാട്സപ്പ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വാട്സപ്പ് അസീന ബോട്ടും പിന്നെ അതുപോലെ തന്നെ അബ്സറിൻ്റെ ഒരു യൂസർ ബോട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അബ്സറിൻ്റെ തന്നെ MD ബോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത 2 ബോട്ടും ഇപ്പോൾ വർക്കിംഗ് അല്ല, സ്കാനിങ് പ്രോബ്ലം എററൊക്കെ ആയിട്ട് ആ ബോട്ട് വർക്കിംഗ് അല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു ബോട്ടിന് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോട്ടാണിത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുക്കുക, റെപ്പോസിറ്ററി ലിങ്ക്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ, അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവർക്കാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററി ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സ്കാൻ ചെയ്യാനുള്ളതും പിന്നെ ഡിപ്ലോയ് ചെയ്യാനുള്ളതും ഒക്കെ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം, 2 ഫോൺ ആവശ്യം വരും സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ QR കോഡ് നമ്മൾ ആദ്യം എടുത്തു വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ QR കോഡ് അതിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോണിൽ സ്കാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫോണിലാണ് ഞാനിപ്പോൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു QR കോഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ വാട്സപ്പ് മോഡ് ആപ്പ് ആണെങ്കിലും വാട്സപ്പ് ബിസിനസ് ആണെങ്കിലും സാധാരണ മെസ്സഞ്ചറിലാണെങ്കിലും ഈ സ്കാനിങ് വർക്കിംഗ് ആവുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഫോണിലേക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുത്താലും മതി. അതായത് ഈ ലിങ്ക് കോപ്പി ചെയ്യുക, ജസ്റ്റ് മേലെ പോയി കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അമർത്തി പിടിച്ചാലും മതി. എന്നിട്ട് ആ സ്കാൻ ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വാട്സപ്പിലേക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ആ ഒരു ഫോണിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓപ്പൺ ചെയ്തിട്ട് QR കോഡ് ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ബോട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെക്ഷൻ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ കാണുന്ന വാട്സപ്പിലാണ് നമ്മൾ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വാട്സപ്പിൽ ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി മറ്റേ ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കളയുകയാണ്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ രണ്ടാമത്തെ ഫോണിൽ QR കോഡ് എടുത്ത് വെക്കുക. ഏത് ഫോണിലാണ് ബോട്ട് ഉണ്ടാക്കേണ്ടത് ആ ഫോണിലാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. മറ്റേ ഫോണിൽ QR കോഡ് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ക്ലിയർ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് റീട്രൈ ചെയ്യുകയാണ്. വീണ്ടും ലിങ്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്കാൻ ചെയ്യുക. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് ബാർകോഡ് സ്കാൻ ചെയ്താൽ കണക്റ്റ് ആവുന്നതാണ്. ഇതിൽ എററൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. സ്കാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടാമത്തെ ഫോണിൻ്റെ ആവശ്യമില്ല, അതാണ്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൽ QR കോഡ് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫോണിലേക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, ബോട്ടിൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ മെസ്സേജ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ബട്ടണായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അതിൽ തന്നെ ഒരു സെക്ഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അടിയിൽ കാണുന്ന സെക്ഷൻ ലിങ്ക് കോപ്പി ആവുന്നതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ലിങ്ക് വീണ്ടും ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്രോമിലല്ല, നമ്മൾ വാട്സപ്പിൽ ആ ലിങ്ക് കാണുന്നിടത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ആദ്യം ചെയ്ത ലിങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സെക്ഷൻ ലിങ്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഡിപ്ലോയ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററി ലിങ്കിൻ്റെ തൊട്ട് താഴെ ഏറ്റവും ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിനകത്ത് വേറൊരു ബട്ടൺ വരും. ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ heroku എന്നൊരു വെബ്സൈറ്റിലേക്കാണ് പോവുക. ആ വെബ്സൈറ്റിൽ നമ്മളെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്കാവും പോവുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ heroku വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഗിറ്റ്ഹബ് അക്കൗണ്ടും heroku 2 അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെക്കുക. അപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ള കാരണം ഞാൻ മുകളിൽ കാണുന്ന ലോഗിനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ heroku അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സൈറ്റിലേക്ക് പോകുന്നതാണ്.
ഇനി ആ സൈറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ആ പേജിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി മുൻപ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം ഹീറോക്കു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. അതിന് ശേഷം വീണ്ടും റെപ്പോസിറ്ററി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിപ്ലോയ് എന്ന് പറഞ്ഞ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ അക്കൗണ്ട് ഇതായി ലോഗിൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ഫോം പോലത്തെ പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഈ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി നമ്മുടെ ബോട്ട് വർക്കിംഗ് ആവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആപ്പ് നെയിം കൊടുക്കണം. ആപ്പ് നെയിം കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ ഒരു പച്ച ടിക്ക് വരും. അപ്പോൾ ആ ടിക്ക് വരുന്ന വരെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ MD ബോട്ട് 1 2 3 എന്ന് കൊടുത്ത് അത് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ബോട്ടിൻ്റെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബോട്ടിൻ്റെ നെയിം ഞാൻ ചുമ്മാ ഷാസ് ബോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കമാൻഡിൻ്റെ 2 ഇത് കാണാൻ പറ്റും. അപ്പോൾ ഞാനവിടെ ഡോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കോമയും കൊടുക്കാൻ പറ്റും. ഡോട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടടിയിൽ ഹീറോക്കു APK എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഹീറോക്കു അക്കൗണ്ടിൻ്റെ APK ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആകുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അമർത്തി പിടിച്ചാൽ ഓപ്പൺ ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ക്രോമിൽ ഓപ്പൺ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് രണ്ടാമതൊരു പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് അടിയിലോട്ട് വന്നാൽ ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തി പിടിക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് സെലക്റ്റുകൾ കൊടുത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ പേജിലേക്ക് തന്നെ ഒന്ന് പോയിട്ട് ആ ഒരു APIക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അല്ലാണ്ട് അവിടെ പിടിച്ച് നോക്കിയിട്ട് ഇതാവണ്ട. പുതിയതായിട്ട് കാണുന്നവർക്കാണ് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. വീഡിയോ ആദ്യം ഫുള്ളായിട്ട് കണ്ടിട്ട് അടുത്തൊരു ബട്ടണിൽ ആപ്പ് നെയിം കൊടുക്കാനാണ്. അത് ഒന്നോങ്ങ എൻട്രി ചെയ്ത് കൊടുക്കുക. അല്ല മേലെ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് കോപ്പി ചെയ്താലും മതി ആപ്പ് നെയിം. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് ഇനി അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ പബ്ലിക് ആണെങ്കിൽ നമ്മുടെ ബോട്ടിനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കമാൻഡ് യൂസ് ചെയ്തിട്ട് പുറത്തുള്ളവർക്കും പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് മാത്രം ബോട്ടിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പ്രൈവറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ പബ്ലിക്കും പ്രൈവറ്റും എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തതായിട്ട് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വാട്സപ്പിൽ സ്കാൻ ചെയ്ത സെക്ഷൻ കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്ഷൻ കോപ്പി ആവുന്നതാണ്. അതിവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ സുഡോ നമ്പർ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മുടെ നമ്പർ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ തന്നെ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക മെസ്സേജ് അയക്കൊന്നും ചെയ്യണ്ട. കാരണം ഞാൻ യൂസ് ചെയ്യാത്തൊരു നമ്പറാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ആ ഒരു നമ്പറിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും ചെയ്ത് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു. ഇവിടെ ഒരു കമാൻഡ് കൊടുക്കുന്ന ഒരു ടൈപ്പ് കണ്ടില്ല, അതിൽ ഡോട്ട് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കോമൺ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ചൂസാണ് അത്, എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഡിപ്ലോ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി, പെട്ടെന്ന് ആവുന്നുണ്ട്. ഇനി ഡിപ്ലോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററും റെപ്പോസിറ്ററി ലിങ്ക് ബാൻ ചെയ്ത പോലെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും ചെയ്യാം. നമുക്കൊരു GitHub അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു റെപ്പോസിറ്ററി ലിങ്ക് ഫോർക്ക് ചെയ്താലും മതി. എന്നിട്ട് ഡിപ്ലോ ചെയ്യുമ്പോൾ ആ എറർ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. അപ്പോൾ അത് ഡിപ്ലോ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന ഒരു മാനേജ് ആപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇത് ഡിപ്ലോ ആയിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടാമത് കാണുന്ന ഒരു ലൈന് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ഈ വർക്കർ ഓൺ ആക്കാനാണ്. അപ്പോൾ ആ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ ബട്ടന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്യുക. എന്നിട്ട് മേലെ കാണുന്ന ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബോട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഇവിടെ ബോട്ട് വർക്കിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണാനൊക്കെ പറ്റും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആവുന്നതാണ്.
ഈ ബോട്ടിനെ കുറിച്ചിട്ട് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പിന്നെ ഞാൻ ഈ ബോട്ടിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഡയറക്റ്റ് പറഞ്ഞാൽ മതി. അതിൽ അഡ്മിൻസൊക്കെ ഉണ്ടാവും, ഈ ബോട്ടിൻ്റെ ഓണറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓൺ ചെയ്തിട്ട് ഇനി നമ്മുടെ ഇതിൻ്റെ ഒരു കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ പേര് ചെയ്യുന്ന പരിപാടിയാണ് കമാൻഡ് പോയിട്ട് നമ്മുടെ നമ്പറിൽ തന്നെ പോയിട്ട് അടിച്ച് നോക്കണം. നമ്മുടെ നമ്പറിൽ അടിച്ച് കഴിഞ്ഞാൽ കമാൻഡ് വർക്കിംഗ് ആവില്ല. അപ്പോൾ ഏതെങ്കിലും കോൺടാക്റ്റിലാണ് കമാൻഡ്സുകളൊക്കെ വർക്കിംഗ് ആവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കമാൻഡ് സ്റ്റാർട്ടിങ് കമാൻഡ് കൊടുക്കുന്നുണ്ട്, PING എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കമാൻഡ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കമാൻഡിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതായത് മെനു എന്നാണ്, .മെനു എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ നമ്പറിലേക്കാവും ആ ഒരു കമാൻഡ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഓൾ കമാൻഡ്സുകൾ, ഈ ബോട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ കമാൻഡ്സുകളും ഇവിടെ വന്നിട്ടുണ്ട്. അഡ്മിൻസ് ടൂളായിട്ടുള്ള കമാൻഡ്സുകൾ, ഗ്രൂപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ കമാൻഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ബോട്ടിനെ പബ്ലിക് ആക്കണം, പ്രൈവറ്റ് ആക്കുന്ന ഒരു ഡൗട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, പബ്ലിക് ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ബോട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണവർക്ക് കമൻറ്റ് യൂസ് ചെയ്തിട്ട് ബോട്ടിനെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രൂപ്പിലും കമാൻഡ് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആവും. അതായത് നമ്മൾ ഓൺലൈനിൽ കാണിച്ചിട്ട് വർക്കിംഗ് ആവുന്നതാണ്. അപ്പോൾ പബ്ലിക് ആക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുക, പുറത്തുള്ള ആൾക്കും യൂസ് ചെയ്യുക, കോൺടാക്റ്റിലുള്ള ആൾക്ക്, ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യുക. പ്രൈവറ്റ് ആക്കിയാൽ ഗ്രൂപ്പിലാണെങ്കിലും കോൺടാക്റ്റിലാണെങ്കിലും നമുക്ക് മാത്രമേ ബോട്ടിനെ യൂസ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് പുറത്തുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതാണ്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഹിറോക്കു വർക്കർ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹിറോക്കു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു നമ്മൾ കൺഫേം പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടൊരു ബട്ടൺ ഓപ്പൺ ചെയ്തില്ല വർക്കർ, അപ്പോൾ ആ വർക്കർ ഓഫായി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഓണാക്കി കൺഫേം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ വാട്സപ്പ് ബോട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറിയാത്തവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.